ഞാനിന്ന് തയ്യാറാക്കുന്നത് ഈ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പഴം ഒന്ന് തോല് കളഞ്ഞ് ഇതിൻ്റെ അകത്തുള്ള കുരുവെല്ലാം നീക്കം ചെയ്ത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 10 രൂപയുടെ ഒരു പാൽപ്പൊടിയാണ് ഞാൻ ചേർക്കണം. 1 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുക. 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഴം നല്ല മധുരം ഉള്ളതുകൊണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ നേന്ത്രപ്പഴം. പൈനാപ്പിളിൻ്റെ ജാമാണ് ഞാൻ 1 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നത്. പൈനാപ്പിളെല്ലാം നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇന്ന് ഇറക്കി വയ്ക്കാം. ഈ അടുപ്പിൽ തന്നെ ഇതിൽ തന്നെ നമുക്ക് കോൺഫ്ലവർ ഒന്ന് റെഡിയാക്കി എടുക്കാം. കോൺഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാം കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ പുഡിങ് റെഡി ആയിട്ടുണ്ട്.